നമസ്കാരം, CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കലാകൗമാരത്തിന്റെ സർഗപ്രകടനങ്ങൾക്ക് സമാപനം. കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് കൊടിയിറങ്ങി. കുന്നംകുളത്തെ ബദനി സെന്റ് ജോൺസിനും ഗുരുവായൂരിൽ മമ്മിയൂർ LF കോൺവെന്റ് സ്കൂളിനും കലാകിരീടം. വിജയികൾ ഇനി റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലേക്ക്. കലോത്സവങ്ങളുടെ സമഗ്ര കവറേജുമായി ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTV. ഗുരുവായൂരിലും കുന്നംകുളത്തും CCTVക്ക് ആദരം. CCTVയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കടന്നൽ കുത്തേറ്റ് വെസ്റ്റ് മങ്ങാട് സ്വദേശി മരിച്ചു. മാളൂർ കടവ് പണ്ടാരപ്പറമ്പിൽ 62 വയസ്സുള്ള ജയനാണ് മരിച്ചത്. പാലൂർ തീർത്ഥകേന്ദ്രം നേതൃത്വത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. ആയിരങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കർണാടക സംഗീത കുലപതി സംഗീത കലാനിധി പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. ഏകാദശിക്ക് ഗുരുവായൂരപ്പ സന്നിധിയിൽ വർഷങ്ങളോളം സംഗീതാർച്ചന നടത്തിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 ഇഹലോകവാസം വെടിഞ്ഞത്. വിയോഗശേഷം ശിഷ്യന്മാരുടെ പങ്കാളിത്തത്തോടെ ആ വർഷം ദേവസ്വം സംഗീതോത്സവം നടത്തി. 1975 മുതൽ ദേവസ്വം ഇത് വിപുലമാക്കി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് ദേവസ്വം ആസൂത്രണം ചെയ്യുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായുള്ള സംഗീത സെമിനാർ ഞായറാഴ്ച കിഴക്കേനടയിലെ നാരായണീയം ഹാളിൽ നടക്കും. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഗീത കോളേജുകൾ, സ്കൂൾ ഓഫ് ഡ്രാമ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീതാസ്വാദകരായ ഭക്തരും സെമിനാറിൽ പങ്കെടുക്കും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചെമ്പൈയുടെ ഭവനത്തിൽ നിന്ന് തിങ്കളാഴ്ച ഏറ്റുവാങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി Dr. R. ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി A. കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാഫ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗത്തിന്റെ മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീത ഉപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ദശമി നാളായ ഡിസംബർ 10 രാവിലെ 9 മണിക്ക് പഞ്ചരത്ന കീർത്തന ആലാപനവും ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. ഡിസംബർ 11 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. CCTV ന്യൂസ്, ഗുരുവായൂർ. കടന്നൽ കുത്തേറ്റ് പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സ്വദേശി മരിച്ചു. മാളൂർ കടവ് പണ്ടാരപ്പറമ്പിൽ 62 വയസ്സുള്ള ജയനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. മങ്ങാട് സ്കൂളിന് സമീപത്തിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ജയനെ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങി ഓടിയ ജയൻ കുഴഞ്ഞു വീണു. നാട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ജയൻ ചികിത്സ തേടിയിരുന്നു. കടകമ്പൽ അമ്പലനടയിലെ വലിയ ആൽമരത്തിലെ കടന്നൽക്കൂട് ഭീഷണിയാകുന്നു. കിളികൾ കൊത്തുമ്പോൾ ഇളകുന്ന കടന്നലുകൾ സമീപവാസികൾക്ക് ശല്യമാകുന്നുണ്ട്. അമ്പലനട സ്വദേശി വിജയനെ കഴിഞ്ഞ ദിവസം കടന്നലുകൾ ആക്രമിച്ചിരുന്നു. കടന്നൽക്കൂട് മാറ്റുവാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ ആവശ്യപ്പെട്ടു. ആൽത്തറയുടെ മുകളിൽ കടന്നൽ കൂടുകൾ വ്യാപകമായി ബാധിച്ച് തൊട്ട സമയത്ത് വീട്ടിലെ വിജയേട്ടനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുട്ടി ഉൾപ്പെടെ ചെറിയ കുട്ടികൾക്ക് വരെ ഇന്നലെ രാത്രി കുത്തേറ്റു. അതുകൊണ്ട് അടിയന്തരമായി ഇന്ന് തന്നെ അതിനെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് വാർഡ് അംഗം എന്ന നിലയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. വളരെ അടിയന്തരമായി ഇന്ന് തന്നെ അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ മുന്നോട്ട് പോകണം എന്ന് നമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുക. കലാപൂരത്തിന് കൊടിയിറക്കം.
ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കലാകിരീടം ചൂടി 545 പോയിന്റ് സ്വന്തമാക്കിയാണ് LF ജേതാക്കളായത്. 453 പോയിന്റുകളോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 424 പോയിന്റുകളോടെ തിരുവഴിയൂർ ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, A സായിനാഥൻ, ശൈലജ സുധൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നുള്ള 6470 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ മികച്ച കവറേജിനുള്ള പ്രത്യേക ഉപഹാരം CCTV ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ് ഉപഹാരം സ്വീകരിച്ചു. തുടർന്ന് KC ജോസിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ടീം CCTV നേതൃത്വത്തിൽ കലോത്സവം സമഗ്രമായി തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. കലാകിരീടം വിട്ടുകൊടുക്കാതെ ബദനി സെന്റ് ജോൺസ്. കുന്നുകുളം ഉപജില്ലാ കലോത്സവത്തിൽ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കിരീടം നിലനിർത്തി 537 പോയിന്റുകളുമായിട്ടാണ് കിരീട നേട്ടം. കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പ്രത്യേക പുരസ്കാരം CCTV ഏറ്റുവാങ്ങി. പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് സ്കൂളിനാണ് 2ാം സ്ഥാനം. 389 പോയിന്റാണ് കോൺകോർഡ് സ്കൂൾ നേടിയത്. 289 പോയിന്റ് നേടി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനത്തെത്തി. LP വിഭാഗത്തിൽ 63 പോയിന്റ് നേടി മറ്റം സെന്റ് മേരീസ് LP സ്കൂൾ 1ാമതും 60 പോയിന്റുമായി എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളും 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 73 പോയിന്റ് നേടി ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ആധിപത്യം നിലനിർത്തി. 71 പോയിന്റ് നേടി പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് സ്കൂൾ 2ാമതെത്തി. 70 പോയിന്റുമായി കരിക്കാട് അൽ അമീൻ ഇംഗ്ലീഷ് സ്കൂൾ 3ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 167 പോയിന്റുമായി ബദനി ഇംഗ്ലീഷ് സ്കൂളും 1ാമതും 151 പോയിന്റുമായി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് GHS 2ാം സ്ഥാനവും നേടി. 143 പോയിന്റുമായി ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 3ാം സ്ഥാനത്തെത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 224 പോയിന്റ് നേടി കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സ് 1ാം സ്ഥാനത്തെത്തി. 199 പോയിന്റ് നേടി ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളാണ് 2ാം സ്ഥാനത്ത്. കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്നി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവ വാർത്തകളും ദൃശ്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചതിന് സമഗ്ര കവറേജിനുള്ള പുരസ്കാരം CCTVക്ക് ലഭിച്ചു. പ്രോഗ്രാം ഡയറക്ടർ CI ബിജു, സീനിയർ റിപ്പോർട്ടർമാരായ റഷീദ് എരുമപ്പെട്ടി, ഹരി ഇല്ലത്ത് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ശബ്ദ സംവിധാനം ഒരുക്കിയ ബേസ് മീഡിയയ്ക്കുള്ള ആദരവ് MB ബേസ് മീഡിയ മാനേജിംഗ് പാർട്ണർ ബാബു പോൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വാർഡ് കൌൺസിലർ മിനി മോൺസി, കൌൺസിലറും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ ലബീബ് ഹസൻ, ഗവൺമെന്റ് ഗേൾസ് HSS പ്രിൻസിപ്പൽ VB ശ്യാം, കൌൺസിലർമാർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, BRC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗത്തിൽ അഗ്രിഗേറ്റ് 1ാം സ്ഥാനവും അറബിക് വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മറ്റം സെന്റ് മേരീസ് സ്കൂൾ ഇരട്ട കിരീട നേട്ടത്തിന് അർഹരായി. വിജയികളെ അനുമോദിക്കാനായി സ്കൂളിൽ യോഗം ചേർന്നു. പങ്കെടുത്ത 13 ഇനങ്ങളിലും മികച്ച വിജയമാണ് സെന്റ് മേരീസിലെ കുരുന്ന് പ്രതിഭകൾ നേടിയെടുത്തത്. അഭിമാന നേട്ടം കൈപ്പിടിയിലൊതുക്കിയ കലാപ്രതിഭകളായവരെ അനുമോദിക്കാനായി സംഘടിപ്പിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് സിൻഡോ ചെറുവത്തൂർ അധ്യക്ഷനായി. വിദ്യാർത്ഥികളുടെ കഴിവുകളെ തേച്ചുമിനുക്കി അവരെ വിജയത്തിലേക്ക് എത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ, മറ്റം അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, MPTA പ്രസിഡന്റ് ജിംന സന്തോഷ്, ഭവ്യ വിപിൻ, സുധിജ രാജ്, സ്റ്റാഫ് പ്രതിനിധി പ്രിസി ജോർജ് എന്നിവർ സംസാരിച്ചു. ദേശഭക്തിഗാനം, സംഘഗാനം, കഥാകഥനം, കടങ്കഥ, അഭിനയഗാനം, തമിഴ്, കന്നഡ, പദ്യം ചൊല്ലൽ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളിൽ മികച്ച വിജയമാണ് വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയത്. അറബി സാഹിത്യോത്സവത്തിൽ 9 ഇനങ്ങളിലും മികച്ച വിജയം നേടി ഓവറോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി.
ആഹ്ലാദ പ്രകടനത്തിന് ശേഷം കുട്ടികൾക്ക് മധുരപലഹാര വിതരണമുണ്ടായി. ആഹ്ലാദ പ്രകടനത്തിന് സ്റ്റാഫ് പ്രതിനിധികളായ MJ ജസീന്ത, സനിയ ക്ലയർ, സിസ്റ്റർ ട്രീസ ജീസ്, ടെജി ജോണി, നിസ്മി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവം സമാപനത്തിന് ശേഷം സ്കൂളും പരിസരവും ഗുരുവായൂർ നഗരസഭ വൃത്തിയാക്കി. ഹരിതകർമ്മ സേനാംഗങ്ങളും നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാരും ചേർന്നാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. പ്ലാസ്റ്റിക്, പേപ്പർ, ബോട്ടിൽ തുടങ്ങിയ വിവിധയിനം മാലിന്യങ്ങൾ തരം തിരിച്ച് ശേഖരിച്ചു. 30 പേരടങ്ങുന്ന സംഘം 2 മണിക്കൂറിനുള്ളിൽ സ്കൂളും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കി. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KC രശ്മി, MP സുജിത്ത്, KS പ്രദീപ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് PS റീന, സെക്രട്ടറി KB ലത എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് NSS സ്കൂളും കിരീടം സ്വന്തമാക്കി. 224 പോയിന്റോടെയാണ് പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ കിരീടം നേടിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുണ്ടത്തിക്കോട് NSS സ്കൂൾ 238 പോയിന്റോടെ ഒന്നാമതെത്തി. ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ മുള്ളൂർക്കര NSSഉം LPയിൽ ചേലക്കര CGEMSഉം UPയിൽ വരവൂർ ഗവൺമെന്റ് സ്കൂളും കിരീടം നേടി. LP ജനറൽ വിഭാഗത്തിൽ ചെറുതുരുത്തി GLP സ്കൂളിനാണ് ഒന്നാം സ്ഥാനം. മുണ്ടത്തിക്കോട് NSS, VHSS, DVLP സ്കൂളുകളായി 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടന്നത്. വേദിയൊന്നിൽ ചിലങ്കയിൽ നടന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നതിന് തൃശൂർ ജില്ലാ ടീമിന് നേതൃത്വം നൽകിയ റവന്യൂ ജില്ലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി അക്കാദമിക് കൌൺസിൽ അംഗവുമായ KK മജീദ് മാസ്റ്ററെ ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ OR ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യാതിഥിയായി. നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MR അനൂപ് കിഷോർ, AM ജമീലാബി, സ്വപ്ന ശശി, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർമാർ, AO ഷീജ കുനിയിൽ, ആതിഥേയത്വം വഹിച്ച വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകർ, വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, വേലൂർ. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ അറബിക് കലാമേളയിൽ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ കിരീടം നേടി. വിജയികളെ അനുമോദിക്കാനായി സ്കൂളിൽ യോഗം ചേർന്നു. വയലത്തൂർ പതിറ്റാണ്ടുകളായി സെന്റ് ഫ്രാൻസിസ് UP സ്കൂളാണ് അറബിക് കലാമേളയിൽ കിരീടം നേടുന്നത്. സംസ്കൃതമേളയിൽ 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാമതെത്തി. ജനറൽ വിഭാഗത്തിലും 2ാം സ്ഥാനവും സ്വന്തമാക്കി. കുട്ടികളുടെ ആഹ്ലാദ പ്രകടനത്തിന് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ സ്വീകരണം നൽകി. രക്ഷാകർതൃ യോഗത്തിൽ PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, രമേശ് ചേമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രശസ്ത നാടക സംവിധായകൻ ബാബു വയലത്തൂരിനെ അഭിനന്ദിച്ചു. പ്രവൃത്തി പരിചയമേളയിലും കലാമേളയിലും 1ാം സ്ഥാനം നിലനിർത്തുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും വാർഡ് മെമ്പർ പ്രീതി ബാബു അഭിനന്ദിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജീന ഏലിയാസ് രക്ഷാകർത്താക്കളുടെ അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി പറഞ്ഞു. മേളകളുടെ ചുമതല വഹിച്ചിരുന്ന പത്മിനി, സൽമ എന്നീ അധ്യാപകരെ പൂച്ചെണ്ടുകൾ നൽകി അഭിനന്ദിച്ചു. കേക്ക് മുറിച്ചുകൊണ്ട് PTA കുട്ടികൾക്ക് മധുരം നൽകി. CCTV ന്യൂസ്, പുന്നേർകുളം. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്ത് കുതിച്ചെത്തിയ വെസ്റ്റ് മങ്ങാട് സ്കൂൾ ഓവറോൾ 3ാം സ്ഥാനവും സ്വന്തമാക്കി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 289 പോയിന്റ് നേടിയാണ് വെസ്റ്റ് മങ്ങാട് സ്കൂൾ ഓവറോൾ 3ാം സ്ഥാനം നേടിയത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മികച്ച ഗ്രേഡുകൾ സ്വന്തമാക്കുകയും ചെയ്തു. വഞ്ചിപ്പാട്ട്, പൂരക്കളി ഇനങ്ങളിൽ ആദ്യമായി A ഗ്രേഡ് നേടി. ചിട്ടയായ പരിശീലനവും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA-യുടെയും പൂർണ്ണ പിന്തുണയുടെ ബലമായാണ് തിളക്കമേറിയ വിജയം കരസ്ഥമാക്കാനായതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വിജയാഘോഷത്തിന്റെ ഭാഗമായി ട്രോഫി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടത്തി. തമ്പൂറിന്റെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളോടൊപ്പം മാനേജർ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരും പങ്കുചേർന്നു. അനുമോദന യോഗത്തിൽ വിജയികളായ വിദ്യാർത്ഥികളെയും സംഗീത അധ്യാപിക ഇന്ദുകലയെയും മാനേജർ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴ്ത്തേതിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, പ്രധാനാധ്യാപിക ജെൻസി KS, PTA പ്രസിഡന്റ് വിജിത പ്രിജി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പിതാവിന്റെയും കൊച്ചനിയന്റെയും താളത്തിൽ മെഹദി സാഗർ കബീർ പിടിച്ചു കയറിയത് ഗസലിൽ ഫസ്റ്റ് A ഗ്രേഡ് നേട്ടവുമായിട്ടാണ്. റിപ്പോർട്ടിലേക്ക്.
ചാവക്കാട് വഞ്ചിക്കടവ് സ്വദേശികളായ കബീർ ഷബീന ദമ്പതികളുടെ മകനാണ് MRRM സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മെഹദി സാഗർ. പിതാവിന്റെ ഗസൽ പരിശീലനത്തിലാണ് സാഗർ സ്കൂൾ കലോത്സവങ്ങളിൽ ഗസലിൽ കഴിവ് തെളിയിക്കുന്നത്. പിതാവ് കബീർ ഹാർമോണിയത്തിൽ താളം മീട്ടിയപ്പോൾ ഇതേ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും മെഹദി സാഗറിന്റെ കൊച്ചനീനുമായ ഇനായത്ത് ഖാൻ തബലയിലും താളമിട്ടു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അവസാന ദിനത്തിൽ 8ാം വേദിയിലാണ് കാണികൾക്ക് ആവേശമായ ഗസൽ മത്സരം അരങ്ങേറിയത്. ഇതേ ടീമിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെ HSS ഗസൽ മത്സരത്തിലും ഹന്ന ഹബീബ് തിളക്കമാർന്ന വിജയം കൈവരിച്ച ജില്ലയിലേക്ക് യോഗ്യത നേടിയത്. വിധി നിർണയത്തിന് ശേഷം CCTV കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ച പ്രേക്ഷകർക്കായി മധുരമായ രീതിയിൽ ഗസൽ വിരുന്നൊരുക്കിയാണ് കുടുംബം മടങ്ങിയത്. जो जहर पी चुका तुमने मुझे दिया ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ചാവക്കാട് MRRM ഹൈസ്കൂൾ ഗസലിൽ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി. CCTV ന്യൂസ് പുന്നേർകുളം. കുന്നംകുളം ഉപജില്ലാ കലോത്സവം ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകക്കാരനെയും നഗരസഭാ ജീവനക്കാരെയും ആദരിച്ചു. കലോത്സവത്തിൽ ഭക്ഷണം ഒരുക്കിയ പാചക വിദ്വാൻ നെല്ലങ്കര സുരേഷ് ബാബു, ഭക്ഷണശാല പ്രവർത്തിച്ചിരുന്ന നഗരസഭാ ടൗൺ ഹാളിൽ സേവനമനുഷ്ഠിച്ച നഗരസഭാ ജീവനക്കാർ എന്നിവരെയാണ് ഫുഡ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ, കൺവീനർ പ്രജീഷ് തമ്പി, വാർഡ് കൗൺസിലർ മിനി മോൻസി, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, ലാൽ ബാബു, റെജി മാസ്റ്റർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ചെറായി ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലിയും ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് സ്കൂളിന് മികച്ച വിജയം കരസ്ഥമാക്കാനായത്. LP വിഭാഗം അറബി, UP വിഭാഗം അറബി എന്നിവയിൽ സെക്കൻഡ് ഓവറോൾ നേടുകയും ജനറൽ കാറ്റഗറിയിൽ മികച്ച വിജയം കൈവരിച്ച് പങ്കെടുത്ത പല ഇനങ്ങളിലും A ഗ്രേഡ് കുട്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പുന്നേർകുളം പഞ്ചായത്തിൽ സർക്കാർ UP സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകളാണ് ജനറൽ UP വിഭാഗത്തിൽ ചെറായി സർക്കാർ UP സ്കൂൾ കരസ്ഥമാക്കിയത്. കലോത്സവത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് സ്പെഷ്യൽ അസംബ്ലിയും ആഹ്ലാദ റാലിയും നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് സ്നേഹ മോഹൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, പഞ്ചായത്ത് മെമ്പറും PTA ഭാരവാഹിയുമായ KH ആബിദ്, മറ്റ് ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. അധ്യാപകരായ മീന പോൾ, ബിന്ദു മേരി, സഹറ, ജയകൃഷ്ണൻ, ഷിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നേർകുളം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ അഗ്രിഗേറ്റ് 1ാം സ്ഥാനം നേടിയ കോട്ടപ്പടി BC LP സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രധാന അധ്യാപിക സിസ്റ്റർ ബവിത, PTA പ്രസിഡന്റ് ജോജു ജോർജ്, MPTA പ്രസിഡന്റ് ദിവ്യ രഞ്ജിത്ത്, അംഗങ്ങളായ റിനോ, സുഭാഷ്, സേവി, ഒലിവിയ എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തിന് ശേഷം കുട്ടികൾക്ക് മധുര വിതരണവും ഒരുക്കിയിരുന്നു. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രസ്ഥനായി എത്തിയ ഭക്തയോട് പോലീസുകാരൻ ലൈംഗിക ചുവയോടെ പെരുമാറിയതായി പരാതി. തലശ്ശേരി കതിരൂർ സ്വദേശി ഇന്ദിരയാണ് ഇത് സംബന്ധിച്ച് ദേവസ്വത്തിനും പോലീസിലും പരാതി നൽകിയത്. ബുധനാഴ്ച വൈകിട്ട് ഭഗവതിക്കെട്ടിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പോലീസുകാരൻ അപമര്യാദയായി പെരുമാറിയതായി പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് ശേഷം ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു. തുടർന്ന് ACPക്കും കമ്മീഷണർക്കും പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആ പോലീസുകാരൻ മോശമായി പെരുമാറിയിരുന്നു എന്നാണ് പരാതി. അന്ന് പരാതി നൽകിയതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് പോലീസുകാരനെ വിളിച്ചു വരുത്തി താക്കീത് നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ലൈംഗിക ചുവയോടെ പെരുമാറാൻ കാരണമെന്നും ഇവർ പറഞ്ഞു. എന്റെ പേഴ്സ് തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കി കാണിച്ചു കൊടുത്തു. അത് സിബിന്റെ പ്രശ്നം വന്നതുകൊണ്ട് അത് പേഴ്സ് പെട്ടെന്ന് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. അപ്പൊ അയാൾ ആ പേഴ്സ് തുറന്ന് കാണിച്ചിട്ടും അയാൾ എന്നെ അകത്തേക്ക് വിട്ടില്ല.
അകത്തേക്ക് വിട്ട് മാത്രമല്ല ലൈംഗികമായ ചൂഷണത്തോടെ എന്നെ ഇങ്ങനെ അടിമുടി നോക്കുകയും പിന്നെ ചെറുതായി ഒന്ന് ദേഹത്ത് തൊടുകയും ചെയ്തു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി, പ്രശ്നമാക്കി. ഇതൊരു പുണ്യസ്ഥലമാണ്, ഇവിടെ നിങ്ങളുടെ തോന്നിയാസമല്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിൽ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ നിയമമാണ്, കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ലൈംഗിക ചൂഷണത്തോടും ഇങ്ങനെ ഈ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നവരെയും ദയവ് ചെയ്ത് സെക്യൂരിറ്റി പോലീസുകാരായിട്ട് വെക്കരുത്. ചാലശ്ശേരി പഞ്ചായത്തിൽ 9ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കെ സുജിത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒപ്പം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല മുമ്പാകെയാണ് പത്രിക നൽകിയത്. ചാലശ്ശേരി പഞ്ചായത്തിൽ 9ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഷിബിന അജിത് കുമാറാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ജനവിധി തേടുക. ചാലശ്ശേരി ചിനങ്ങത്തൂർ അജിത് കുമാറിന്റെ ഭാര്യയായ ഷിബിന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് ക്രിയേഷന്റെ 610ാമത് പ്രോഗ്രാം നവംബർ 25 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന നാടകത്തിന്റെ അവതരണം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നാടകം, സംവിധായകൻ, നടി, മികച്ച സംഗീതം എന്നീ അവാർഡുകളും 100ൽ പരം ജനകീയ അവാർഡുകളും നേടിയ നാടകമാണ് ഇത്. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചേരുന്ന ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു. നവംബർ 26, 27 തീയതികളിലായി ചിറ്റാട്ടുകരയിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. 26-ന് ചിറ്റാട്ടുകര RK ഹാളിൽ സജ്ജമാക്കുന്ന സീതാറാം യെച്ചൂരി നഗറിൽ പ്രതിനിധി സമ്മേളനത്തിൽ ലോക്കൽ പരിധിയിലെ 271 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 75 പ്രതിനിധികൾ പങ്കെടുക്കും. 27-ന് ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വൈകിട്ട് 5-ന് പൊതുയോഗം നടക്കും. പൊതുയോഗത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന റാലി എന്നിവ ഉണ്ടാകും. സമ്മേളനം പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഏരിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പതാക ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ച്, ലോക്കൽ കേന്ദ്രങ്ങളിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും പതാക ഉയർത്തി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. ആയിരങ്ങൾ പങ്കെടുത്തു. ബ്ലാങ്ങാട് സാന്ത്വനതീരം കപ്പേള കവാടത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർക്ക് സ്വീകരണം നൽകി. തുടർന്ന് പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തുടർന്ന് മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് കരയും കടലും ആശീർവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. തിരുനാളിന്റെ ഭാഗമായി സാന്ത്വനതീരം കപ്പേളയിലെ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയും ആത്മീയതയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രപ്രദർശനവുമുണ്ടായി. സ്നേഹവിരുന്നും നടന്നു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോയ് മൂക്കൻ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസ് വട്ടക്കുഴി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളമ്പ്രത്ത്, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ഡെറിൻ അരുമ്പൂർ, കൺവീനർ KJ പോൾ, നടത്തുകൈക്കാരൻ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറി ബിജു മുട്ടത്ത്, ടോണി ആന്റണി, ഇടവക ട്രസ്റ്റിമാർ, വൈദികർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. രക്തദാന മഹത്വത്തെക്കുറിച്ച് അമല ആശുപത്രിയിലെ ഡോക്ടർ വിനു വിപിൻ കുട്ടികൾക്ക് ബോധവൽക്കരണം നയിച്ചു. PTA പ്രസിഡന്റും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ സതീഷ്, വാർഡ് കൗൺസിലർ ബിജു സി ബേബി, SMC ചെയർമാൻ VK സുനിൽകുമാർ, അമല ആശുപത്രി രക്തദാന ബാങ്കിന്റെ കൗൺസിലർ വരുൺ ജോർജ്, സ്കൂൾ പ്രിൻസിപ്പൽ റസിയ തുടങ്ങിയവർ സംസാരിച്ചു. അമല ആശുപത്രി, ബ്ലഡ് ബാങ്കിന്റെയും തൃശൂർ HDFC ബാങ്കിന്റെയും സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പിൽ ഏകദേശം 80ഓളം പേർ രജിസ്റ്റർ ചെയ്തു. NSS ഉപജീവനം പദ്ധതിയുടെ കുന്നംകുളം ക്ലസ്റ്റർ തല ഉദ്ഘാടനം വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായി NSS യൂണിറ്റ് വടക്കേക്കാട് പഞ്ചായത്തിലെ 14ാം വാർഡ് പുത്തൻപുരയിൽ ജാഫർ ഭാര്യ സീനത്തിന് തയ്യൽ മെഷീൻ സമ്മാനിച്ചു. കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ മുഖ്യാതിഥിയായി. ICA സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ICA ഹയർ സെക്കൻഡറി സ്കൂൾ കൺവീനർ KV അബ്ദു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ സംസാരിച്ചു. പ്രിൻസിപ്പൽ മുഹമ്മദ് അലി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി നന്ദിയും പറഞ്ഞു. ഒരുമനൂർ പഞ്ചായത്ത് അംഗൻവാടികൾക്ക് മേശ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KV രവീന്ദ്രൻ, കയ്യമ്മു ടീച്ചർ, ഫിലോമിന ടീച്ചർ, പഞ്ചായത്ത് മെമ്പർമാരായ KJ ചാക്കോ, ആരിഫ ജുഫേർ, ICDS സൂപ്പർവൈസർ ഷീബ എന്നിവർ പങ്കെടുത്തു. ബീൻസ് ഷേപ്പ് ടേബിളാണ് നൽകിയത്.
കാൽമുട്ടിന് മുകളിൽ മുറിച്ചു മാറ്റേണ്ടി വന്ന കുന്നംകുളം പ്രദേശത്തെ 2 പേർക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കൃത്രിമ കാലുകൾ സമ്മാനിച്ചു. ദീർഘകാലം ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കോട്ടയിൽ റോഡിൽ പുതിയടത്ത് കുഞ്ഞുമോൻ, സൈക്കിളിൽ മത്സ്യക്കച്ചവടം നടത്തിയിരുന്ന ആർത്താറ്റെ വാഴപ്പള്ളി വി രാജൻ എന്നിവർക്കാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, ഡെജോ ചീരൻ, PM ബെന്നി, EMK ജിഷാർ, അഡ്വക്കേറ്റ് പ്രിനു P വർക്കി എന്നിവർ ഇവരുടെ വീടുകളിലെത്തി കൃത്രിമ കാലുകൾ കൈമാറിയത്. നഗരസഭാ കൗൺസിലർ KK മുരളി, മുൻ കൗൺസിലർ KA സോമൻ എന്നിവരും സംബന്ധിച്ചു. കാൽമുട്ട് പൂർണ്ണമായി മടങ്ങുന്ന രീതിയിലുള്ള അത്യാധുനിക കൃത്രിമ കാലുകളാണ് നൽകിയത്. പദ്ധതിക്കായി 1 ലക്ഷം രൂപയാണ് സംഘടന ചിലവഴിച്ചത്. കടപ്പുറം പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. അഞ്ചങ്ങാടി വളവിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, ശുഭ ജയൻ, VP മൻസൂർ അലി, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി P നിയാസ്, മറ്റുദ്യോഗസ്ഥർ, CDS ചെയർപേഴ്സൺ ഷംസിയ തൗഫീഖ്, ICDS സൂപ്പർവൈസർ മിഥുല, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ക്ലബ്ബ് അംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളോത്സവ മത്സരങ്ങൾ നവംബർ 23 മുതൽ ഡിസംബർ 1 വരെ പഞ്ചായത്തിന്റെ വിവിധ വേദികളിലായി മെഹന്തി, സാഹിത്യം, ചെസ്, വടംവലി, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, കലാകായിക മത്സരങ്ങൾ, അത്ലറ്റിക്, കബഡി തുടങ്ങിയ മത്സരങ്ങൾ ഉണ്ടാകും. കടവല്ലൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിലെ പുതിയ വാർഡുകളുടെ രൂപീകരണവും നിലവിലെ വാർഡുകളുടെ അതിർത്തി പുനർനിർണയവും നടത്തിയത് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 2011 സെൻസസ് പ്രകാരം നിലവിലെ എല്ലാ വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വേണമെന്നും പുതുതായി രൂപീകരിക്കുന്ന വാർഡുകളിൽ ജനങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ടായിരിക്കണമെന്നുമാണ് പ്രധാന വ്യവസ്ഥയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയാണ് വാർഡുകളുടെ പുനർനിർണയം നടത്തിയതെന്നും നിലവിലുള്ള 5 വാർഡുകളുടെ അതിർത്തിയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും പുതുതായി രൂപീകരിച്ച അറക്കൽ വാർഡ് ഉദാഹരണമായി എടുത്താൽ പാലക്കാട് ജില്ലാതിർത്തിയായ ഉരിക്കാൽക്കുന്ന് മുതൽ കോടതിപ്പടി വഴി പെരുമ്പ്ലാവ് KR ബാർ ഹോട്ടൽ വരെ ഏകദേശം 5 കിലോമീറ്ററോളം നീളത്തിലാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. പല അതിർത്തികളിലും വ്യക്തമായി നിർണ്ണയിക്കാതെ 2 വാർഡുകളിലും ഒരേ വീടുകൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായി എന്നും ഇവർ പറയുന്നു. ഇതിനെതിരെ പരാതി നൽകുവാനും മാനദണ്ഡങ്ങൾ പാലിച്ച് വാർഡ് വിഭജനം നടത്തി ഡീലിമിറ്റേഷൻ കമ്മീഷന് സമർപ്പിക്കാനും കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ ഓൾ കേരള കളർ ഫെസ്റ്റ് ചിത്രരചനാ മത്സരം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രാവിലെ 9 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണി മുതൽ 12 മണി വരെ 7 കാറ്റഗറിയിലാണ് മത്സരങ്ങൾ. 3000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളുകൾക്ക് പ്രത്യേക സമ്മാനമുണ്ടാകും. ജനുവരിയിൽ നടക്കുന്ന വർണ്ണശബളമായ ചടങ്ങിലാണ് ഉപഹാരങ്ങൾ വിതരണം ചെയ്യുക. ക്ലബ്ബ് ഭാരവാഹികളായ ബാബു വർഗീസ്, ജയശങ്കർ പല്ലിശ്ശേരി, PG വിശ്വനാഥൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജയിലിലടയ്ക്കപ്പെട്ടവരെ ഏകപക്ഷീയമായി കുറ്റക്കാരായി മുദ്രകുത്തുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് വെസ്റ്റ് സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ അധ്യാപികയായ ഡോക്ടർ റിംപിൾ മെഹത്ത പറഞ്ഞു. പെരുമ്പ്ലാവ് അൻസാർ കോളേജിൽ നടന്ന സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നവരിൽ 75% ആളുകളും വിചാരണ തടവുകാരാണെന്നും ജയിൽവാസം നടത്തിയ ആരെയും സമൂഹം കുറ്റവാളികളായാണ് കാണുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ജയിലുകളിൽ കഴിയുന്ന സ്ത്രീകളെക്കുറിച്ച് അൻസാർ വിമൻസ് കോളേജിൽ നടന്ന സെഷനിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ജയിലിൽ അകപ്പെടുന്ന സ്ത്രീകളുടെ പട്ടികയിൽ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും ഇടം പിടിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തെത്തുന്നവരുടെ പുനരധിവാസത്തിന്റെയും മാന്യമായ സാമൂഹിക ഉൾച്ചേർക്കലിന്റെയും കുറവ് അവരെ വീണ്ടും ജയിലുകളിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നുണ്ടെന്നും ഡോക്ടർ റിംപിൾ മെഹത്ത കൂട്ടിച്ചേർത്തു. കോളേജ് പ്രിൻസിപ്പാൾ ഫരീദ ജെ അധ്യക്ഷത വഹിച്ചു. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻസ് ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി, വൈസ് പ്രിൻസിപ്പാൾ TA ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ സായി മന്ദിരത്തിൽ ശനിയാഴ്ച സത്യസായി ബാബയുടെ 99ാമത് ജയന്തി ആഘോഷം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മണിക്ക് ആഘോഷ പരിപാടികൾ ആരംഭിക്കും. രാധാമാധവം നൃത്തശില്പം, മളലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ എന്നിവ ഉണ്ടാകും. കവി റഫീഖ് അഹമ്മദ് രചിച്ച് വിജീഷ് മണി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഒരേ സമയം 99 ഗായകർ വിവിധ സ്റ്റുഡിയോകളിൽ പാടി സമർപ്പിച്ചതിന്റെ റിലീസ് നടക്കും. വേൾഡ് റെക്കോർഡ് യൂണിയന്റെ അവാർഡിന് അർഹമായതിന്റെ സർട്ടിഫിക്കറ്റ് വേൾഡ് റെക്കോർഡ് യൂണിയൻ CEO ക്രിസ്റ്റഫർ ടൈലർ സമ്മാനിക്കും. വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പിറന്നാൾ സദ്യയും ഉണ്ടാകും. മൗനയോഗി സ്വാമി ഹരിനാരായണൻ, വിജീഷ് മണി, ട്രസ്റ്റി സബിത രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഏറെ പ്രതിഷേധത്തിനൊടുവിൽ കടവലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളി കുന്നിൽ ജിയോളജി വകുപ്പ് അനുവദിച്ച റോഡിലൂടെ അധികൃതർ മണ്ണെടുപ്പ് ആരംഭിച്ചു. എന്നാൽ ഇടതടവില്ലാതെയുള്ള ടോറസ് ലോറികളുടെ സഞ്ചാരത്തോടെ മേഖലയിലെ സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളെല്ലാം ലോറികൾ കയറി തകർക്കുകയും റോഡ് തകരുകയും പൊടിശല്യം വർദ്ധിക്കുകയും ചെയ്തതോടെ പൊട്ടിയ പൈപ്പുകൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തിട്ട് ഇതുവഴി വാഹനം സഞ്ചരിക്കാൻ സാധ്യമാകൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. വിഷയത്തിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ അറിയിച്ചു. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വടക്കുഭാഗത്തുള്ള വിളക്ക് തറയും ആൾത്തറയും നവീകരിച്ച് സമർപ്പണം നടത്തി. 1962 നിർമ്മിച്ച വിളക്ക് തറയും 85 നിർമ്മിച്ച ആൾത്തറയുമാണ് കുന്നത്തേരി ദേശം പുരാഘോഷ കമ്മിറ്റി പുനർനിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. കമ്മിറ്റിയിലെ മുതിർന്ന അംഗം മുല്ലൻ എന്ന കുട്ടമണി ദീപസ്തംഭത്തിൽ തിരി തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. കുന്നത്തേരി ദേശം കമ്മിറ്റി പൂരം കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ PK, സെക്രട്ടറി ഷൈജു, ട്രഷറർ മുരളി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UAE ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ 13ാമത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ശനിയാഴ്ച നടക്കും. പള്ളിയങ്കണത്തിൽ വൈകിട്ട് 5:30 ആരംഭിക്കുന്ന ഫെസ്റ്റിവലിൽ ഡൽഹി ഭദ്രാസനാധിപനും UAE മേഖല പാത്രിയാർക്കൽ വികാരിയുമായ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത പങ്കെടുക്കും. കേരളത്തനിമയേറെ നാടൻ ഭക്ഷണ വിഭവങ്ങളും വിവിധ വിനോദ സംഗീത കലാപരിപാടികളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വികാരി ഫാദർ ടോംസൺ പൂവത്തിങ്കൽ, ട്രസ്റ്റി ദീപക് ജോർജ്, സെക്രട്ടറി സന്തോഷ് ജോൺ, ഭക്തസംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ദേവസ്വം കീഴടമായ താമരൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശവിളക്ക് ഞായറാഴ്ച നടക്കും. രാവിലെ വിളക്ക് പന്തലിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാകർമ്മം എന്നിവ നടക്കും. വിശേഷാൽ പൂജകൾ ധർമ്മശാസ്താവിനും മഹാവിഷ്ണുവിനും ചന്ദനം ചാർത്തൽ, ഹനുമാൻ സ്വാമിക്ക് നിവേദ്യം, നാഗപൂജ, നാരായണീയ പാരായണം എന്നിവ ഉണ്ടാകും. രാവിലെ 8-ന് ആൽക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യം, നാഗസ്വരം, കാവടി, പൂത്താലം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 11 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 6 മണിക്ക് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. നാഗസ്വരം, മുടുക്കുപാട്ട് എന്നിവ അകമ്പടിയാകും. ചെറുമനങ്ങാട് വാസുണ്ണിയും സംഘവുമാണ് വിളക്ക് പാർട്ടി. വൈകിട്ട് ഡബിൾ തായമ്പക ഉണ്ടാകും. ആഘോഷ പരിപാടികൾക്ക് ഭാരവാഹികളായ PS ശൈലേഷ്, CT വിനോദ്, T വിജയകുമാർ, MK രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകും. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി മെയ്പാലം ശങ്കരൻ നമ്പൂതിരി, ഊരാളൻ VM നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ മൂഴിക്കുളം ഹരികൃഷ്ണന്റെ സോപാന സംഗീതമുണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്കിനും ദീപാരാധനയ്ക്കും ശേഷം അദ്വിതീയ പ്രതിഭ പുരസ്കാരം നേടിയ രഹിത കൃഷ്ണദാസിനെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, CM വേണുഗോപാലൻ, V സന്തോഷ്, ടീം ആലിൻ ചുവട് കമ്മിറ്റി ഭാരവാഹികളായ PV പ്രശാന്ത്, K രജീഷ്, K മണികണ്ഠൻ, PK ഷൈൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടീം ആലിൻ ചുവട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർഗീരഹിത കൃഷ്ണദാസിന്റെ തായമ്പകയുമുണ്ടായി. തോട്ടുമണ്ടയിലെ പരീക്ഷണ കൃഷിയിൽ വിജയം നേടി അന്തിക്കാട് സ്വദേശി വാസു. അന്തിക്കാട് 5-ാം വാർഡിലെ കല്ലിട വഴിയിൽ കൂലിപ്പണിക്കാരനായ പള്ളത്തി വാസു തോട്ടുമണ്ടയിൽ നടത്തിയ നെൽകൃഷി പരീക്ഷണം വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. കർഷകർ കോളിൽ വിത്തെറിയാൻ പോയപ്പോൾ അതിൽ നിന്നും ബാക്കി വന്ന കുറച്ച് ജ്യോതി നെൽവിത്ത് അവരുടെ സമ്മതത്തോടുകൂടി കൊണ്ടുവന്ന് തന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടുമണ്ടയിൽ വിതച്ചിടുകയായിരുന്നു. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ചെയ്തത്. തോട്ടിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നതിനാൽ വെള്ളമെടുത്ത് തോട്ടുമണ്ട കൃഷി നനച്ച് പരിപാലിക്കുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞതോടെ വിത്തെല്ലാം മുളച്ച് ആവശ്യമായ വളർച്ച നേടി കരുത്തുറ്റ നെൽച്ചെടികളായി കഴിഞ്ഞു. 60 ദിവസം കൂടി പിന്നിട്ടാൽ 100 മേനി വിള കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് വാസു. കീടബാധയോ മറ്റ് രോഗങ്ങളോ ബാധിക്കാതിരുന്നാൽ 5 പറയോളം നെല്ല് വിളവെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വാസു. ഞാൻ കർഷകൻ കുറച്ച് വിത്ത് വായിച്ചു വന്നു വിതയ്ക്കാൻ പോയപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ചാലുള്ളത് കിട്ടും. അപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല കൃഷിയായിരുന്നു ചാലുള്ളത്. ഇതൊക്കെ ശരിക്കും വളർന്നു വരുമ്പോൾ എത്ര പറക്കി ഉണ്ടാവും? 4 പറക്കി. അപ്പോൾ അതൊരു സന്തോഷം. ഇക്കുറി നടത്തിയ പരീക്ഷണം വിജയിച്ചതോടെ പറ്റാവുന്ന രീതിയിൽ അടുത്ത തവണയും തോട്ടുമണ്ട കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് വാസു ഉദ്ദേശിക്കുന്നത്. മണ്ണെറിഞ്ഞ് കൃഷിയിറക്കിയാൽ മനം നിറയുന്ന വിളവ് കൊയ്യാമെന്ന് മുൻപേ തെളിയിച്ചിട്ടുള്ള വാസു പുതിയ പരീക്ഷണങ്ങൾക്കുള്ള ഒരുക്കത്തിലുമാണ്. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേകാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വിളക്ക് ആഘോഷവും അന്നദാനവും നടന്നു. വൈകിട്ട് 6 മണിക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, മൂന്നാംകല്ല് പത്മനാഭപുരം വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിൻ്റെയും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടുകൂടി ആരംഭിച്ച് രാത്രി 10 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു.
മണത്തല തത്വമസി അയ്യപ്പന് വിളക്ക് സംഘം വിളക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകി. ടീം 4-ാം കല്ലിന്റെ നേതൃത്വത്തിൽ ചിരാത് കത്തിച്ച് അലങ്കാര വാഹനവും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. വിളക്ക് കമ്മിറ്റി സെക്രട്ടറി ബിഷാദ്, പ്രസിഡന്റ് രാജൻ, ട്രഷറർ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ സ്വദേശി ജയൻ പാതാക്കര രചന നിർവഹിച്ച പുതിയ അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ റിലീസിംഗ് നടന്നു. നിരവധി ഭക്തി ഗാനങ്ങൾക്കും ആൽബങ്ങൾക്കും ഗാനരചന നിർവഹിച്ചിട്ടുള്ള ജയൻ നിഷ്കളങ്കമായ അയ്യപ്പ ഭക്തിയാണ് ലളിതമായ വരിയിലൂടെ കാനനവാസ എന്ന ഗാനത്തിൽ ആവിഷ്കരിച്ചത്. സുരേഷ് പ്രിയദർശിനി സംഗീതവും ആലാപനവും നിർവഹിച്ചിട്ടുള്ള ഗാനത്തിന്റെ ചിത്രീകരണവും സംവിധാനവും നടത്തിയത് ബാബുരാജ് മുല്ലപ്പിള്ളിയാണ്. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസിംഗ് നിർവഹിച്ചു. എഴുത്ത് ഏത് സംഗീത സംരംഭം ഉണ്ടാവുകയും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള പ്രിയ സുഹൃത്ത് ജയൻ പാതാക്കര, അദ്ദേഹം നിരവധി ഭക്തിഗാനങ്ങളും ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു രചനാ സംരംഭം വരികയാണ്. അതിന് ആ പാട്ടിന് സംഗീതം ചെയ്ത് ആലാപനം നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് പ്രിയദർശിനിയാണ്. അത് അതിൻ്റെ ക്യാമറ ചെയ്തിട്ട് അതിൻ്റെ സംവിധാനം ചെയ്ത ആ വീഡിയോൻ്റെ ക്യാമറ ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയ സുഹൃത്ത് ബാബുരാജ് മുല്ലപ്പള്ളിയാണ്. അപ്പോൾ അയ്യപ്പ കാനനവാസ എന്നുള്ള ഈ പ്രിയ കലാകാരന്മാരുടെ ഗാനോപഹാരം നിങ്ങൾ ആസ്വാദകർക്കായിട്ട് സന്തോഷം. പഴഞ്ഞി ചെറുതുരുത്തി കോലിയാപ്പാടത്ത് മോട്ടോർ ഇല്ലാത്തത് കർഷകരെ വലയ്ക്കുന്നു. മോട്ടോർ പുരയും വൈദ്യുത കണക്ഷനും ഉണ്ടെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ മോട്ടോർ അനുവദിച്ചില്ലെന്ന് കർഷകർ ആരോപിച്ചു. കഴിഞ്ഞ വർഷം കൃഷി ഇറക്കിയ നെൽച്ചെടി വെള്ളം കിട്ടാതെ നശിച്ചിരുന്നു. മോട്ടോർ അനുവദിച്ച് കൃഷിക്ക് സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മരത്തങ്കോട് കിടങ്ങൂർ വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനു പാപ്പയുടെ 50ാമത് ആണ്ട് നേർച്ച നവംബർ 22, 23, 24 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേർച്ചയുടെ ഭാഗമായി പ്രഭാഷണം, ജലാലിയ റാത്തീബ്, കുത്തൂബിയത്ത് മജ്ലിസ്, ദിക്കർ, ദുവാ മജ്ലിസ്, ഭക്ഷണ വിതരണം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സന്നദ്ധാന സമ്മേളനം, ബുർദ മജ്ലിസ് എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് 4 മണിക്ക് കൊടിയേറ്റം നടന്നു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സയ്യിദ് ഇബ്രാഹിം ഗലീൽ ബുക്കാരി ദുവാക്ക് നേതൃത്വം നൽകുമെന്ന് രക്ഷാധികാരി ഹൈദർ കടങ്ങോട്, ചെയർമാൻ സയ്യിദ് ഷബീൽ തങ്ങൾ, കൺവീനർമാരായ സമറുദ്ദീൻ നിസാമി, അൽ അർഷദി പാഴൂർ, അജ്മൽ സക്കാഫി, ഹാഫിൾ അബ്ദുൾ റഷീദ് അദനി തുടങ്ങിയവർ അറിയിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ സേവന പരിപാടികളുമായി NCC ദിനത്തിന് തൃശൂർ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ തുടക്കമായി. ധീര ജവാന്മാരുടെ സ്മരണ നെഞ്ചേറ്റിക്കൊണ്ട് 24 കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം 24 കേരള ബറ്റാലിയൻ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് അമർ ജവാൻ മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് നിർവഹിച്ചു. 1 കേരള R&B കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് M. തോമസ് മുഖ്യാതിഥിയായി. അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു അധ്യക്ഷനായി. ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ, സുബേദാർ മേജർ ബിജോയ് റായ്, രാജൻ എന്നിവർ സംസാരിച്ചു. ഓഫീസർമാരും പട്ടാളക്കാരും NCC കേഡറ്റുകളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി രക്തദാന ക്യാമ്പുകൾ, അഗതി മന്ദിര സന്ദർശനങ്ങൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളോടൊപ്പമുള്ള കലാപരിപാടികൾ, പുഴകളും ബീച്ചുകളും വൃത്തിയാക്കൽ, സൈക്കിൾ റാലി തുടങ്ങി വിവിധ പരിപാടികൾ NCC 24 കേരള ബറ്റാലിയന് കീഴിലുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 28-ന് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മെഗാ രക്തദാന ക്യാമ്പും 30-ന് മണലിപ്പുഴയിലേക്ക് സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടികളുടെ വിജയത്തിനായി ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 25-അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. NCC ദിന ഉദ്ഘാടന ചടങ്ങിന് സീനിയർ അണ്ടർ ഓഫീസർ PJ അഭിനവ്, ജൂനിയർ അണ്ടർ ഓഫീസർമാരായ ES ഷൈൻ, KK ഗോവിന്ദ്, CSM PT അജയ്, CQMS OK വിനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫലവൃക്ഷ തൈ വിതരണം നടത്തി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ
ഷക്കീല ഷമീർ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഗായത്രി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. അസീസ്, ശരത് രാമനുണ്ണി, രമാ ബാബു, എ കൃഷ്ണൻ, ടി.ഒ. ജോയ് എന്നിവർ സംസാരിച്ചു. റംബൂട്ടാൻ, വിയറ്റ്നാം മേർലി എന്നീ ഇനങ്ങളിൽപ്പെട്ട ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്ര വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മുഴുവൻ വിളക്കും അന്നദാനവും നടത്തുക. വിളക്ക് ദിവസം കൊച്ചന്നൂർ കരിച്ചാലക്കടവ് അയ്യപ്പൻ കാവിൽ നിന്ന് വൈകിട്ട് 7 മണിക്ക് ഉടുക്കുപാട്ടിന്റെയും മാളികപ്പുറങ്ങളുടെയും താലപ്പൊലിയുടെയും കൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി വിളക്ക് യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഉടുക്കുപാട്ട് നടത്തുക. കലാമണ്ഡലം റനീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. തുടർന്ന് ക്ഷേത്രത്തിൽ ഉടുക്കുപാട്ടും പുലർച്ചെ വെട്ടും തടയും കാനനാട്ടവും ഉണ്ടാകും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, വിളക്ക് കമ്മിറ്റി ട്രഷറർ പുഷ്പാകരൻ പാറാക്കാട്ട്, ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, വിളക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രസാദ് പട്ടികര, സുനിൽ കുമാർ പാറക്കാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ അർണോസ് യൂണിറ്റിന്റെ കുടുംബ കൂട്ടായ്മ വാർഷികം നടന്നു. ഫാദർ ജെയ്സൺ പഴയടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് മാറോക്കി അധ്യക്ഷനായി. പള്ളി കൈക്കാരൻ ബാബു താണിക്കൽ സന്ദേശം നൽകി. സെക്രട്ടറി ജോസഫ് മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജിൻസി സിൻഡോ സ്വാഗതം പറഞ്ഞു. തുടർന്ന് യൂണിറ്റിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. ജപമാലയ്ക്ക് ശേഷം സ്നേഹവിരുന്നുണ്ടായിരുന്നു. നീലങ്കാവിൽ ജോസഫ് ബാസ്റ്റിൻ, ജനറൽ കൺവീനർ സെൻസി ജോയ്, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM പുന്നിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ തറക്കല്ലിടൽ നിർവഹിച്ചു. CPM സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരം ഓരോ മേഖലയിലും അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ MC ബഷീർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ജനപ്രതിനിധികളായ KA വിശ്വനാഥൻ മാസ്റ്റർ, അസീസ് മന്ദലാങ്കുന്ന്, സെലീന നാസർ, ഷൈബ ദിനേശൻ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ്, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നൂർക്കുളം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 19ാമത് മുഴുവൻ വിളക്കും അന്നദാനവും നവംബർ 25 തിങ്കളാഴ്ച നടക്കും. ഞായറാഴ്ച വൈകിട്ട് വനിതാ സംഘത്തിന്റെ ചിന്തപാട്ടോടെ ആഘോഷം തുടങ്ങും. തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വിളക്ക് പന്തൽ, അഷ്ടദ്രവ്യ, മഹാഗണപതി ഹോമം എന്നിവയുണ്ടാകും. വൈകിട്ട് 5:30 ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് 9 വിളക്ക് പന്തലിൽ എത്തിച്ചേരും. തുടർന്ന് അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായുള്ള ചടങ്ങുകളുണ്ടാകും. ചെറുമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും വിളക്കിന്റെ ചടങ്ങുകൾക്ക് കാർമ്മികരാകും. തിങ്കളാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം ഉണ്ടാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവായ MO ജോൺസൺ അനുസ്മരണം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. വ്യാപാര ഭവനിൽ ചേർന്ന യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ അധ്യക്ഷത വഹിച്ചു. KAC CM നാരായണൻ, രാജു B ചുങ്കത്ത്, ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാൽ യൂണിറ്റ് നേതൃത്വത്തിൽ MO ജോൺ അനുസ്മരണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി മോൺസൺ PI അധ്യക്ഷത വഹിച്ച യോഗം യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോസ് KC, ട്രഷറർ അനിൽ P മാത്യു, സ്കറിയാച്ചൻ, സ്റ്റാൻലി PP, സതീഷ് കുമാർ, ബെന്നി PU, ബ്രീസ് മോൻ, ജിനോ PT തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കേച്ചേരി ഏരിയ എരനല്ലൂർ യൂണിറ്റ് സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് വിജയ രവിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. എരനല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PM ജയന്തി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ഗോപിനാഥൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സരസ്വതി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ പ്രസിഡന്റായി മിനി മനോജും സെക്രട്ടറിയായി ഗോപിനാഥനും ട്രഷറർ സരസ്വതിയും അടക്കം 21 അംഗ കമ്മിറ്റി നിലവിൽ വന്നു. കത്തോലിക്ക ചർച്ച് ഓഫ് കേരള സോഷ്യൽ മീഡിയ പേജ് കോട്ടപ്പടി സെന്റ് ലാസിസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പടി SL മീഡിയയെ ആദരിച്ചു. കേരളത്തിലെ ഇടവകകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനാണ് ആദരവ്. അംഗങ്ങളായ നിജിൽ ജോസ്, ഷിവിൻ ഡേവിസ്, കോട്ടപ്പടി പള്ളി വികാരി ഷാജി കൊച്ചുപുരയ്ക്കൽ, SL മീഡിയ അംഗങ്ങൾ, ട്രസ്റ്റിമാർ തുടങ്ങിയവർ ചേർന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,200 രൂപ, സ്വർണം പവന് 57,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ.
ചെറുമംവേലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം RMSന് വടക്കുവശം പള്ളിക്കര കറപ്പൻ വേലായുധ നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വാസന്തി ഭാര്യയും നിഖിൽ, നീതു എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കലാകൗമാരത്തിന്റെ സർഗപ്രകടനങ്ങൾക്ക് സമാപനം. കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് കൊടിയിറങ്ങി. കുന്നംകുളത്തെ ബദനി സെന്റ് ജോൺസിനും ഗുരുവായൂരിൽ മമ്മിയൂർ LF കോൺവെന്റ് സ്കൂളിനും കലാകിരീടം. വിജയികൾ ഇനി റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലേക്ക്. കലോത്സവങ്ങളുടെ സമഗ്ര കവറേജുമായി ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTV. ഗുരുവായൂരിലും കുന്നംകുളത്തും CCTVക്ക് ആദരം. CCTVയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കടന്നൽ കുത്തേറ്റ് വെസ്റ്റ് മങ്ങാട് സ്വദേശി മരിച്ചു. മാളൂർ കടവ് പണ്ടാരപ്പറമ്പിൽ 62 വയസ്സുള്ള ജയനാണ് മരിച്ചത്. പാലൂർ തീർത്ഥകേന്ദ്രം നേതൃത്വത്തിൽ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. ആയിരങ്ങൾ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.